നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. അന്നേരം ഇന്ന് നമ്മള് വ്യാഴാഴ്ച സാധാരണ ക്ലാസ് നമ്മുടെ ഇല്ലാത്തതാണ്. ചൊവ്വാഴ്ച ഇടയ്ക്ക് നമ്മൾ വ്യാഴാഴ്ച ആദ്യമൊക്കെ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. പിന്നെ നമ്മൾ ചൊവ്വയും ശനിയാക്കി മാറ്റി. വീണ്ടും ഞാൻ വ്യാഴാഴ്ച ക്ലാസ് വെക്കാനുള്ള കാരണം, എപ്പോഴെങ്കിലും പെട്ടെന്നൊരു എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കുറേ അഡീഷണൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഒരു ക്ലാസ് എനിക്ക് സ്ട്രെയിൻ ആണ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ടും, പക്ഷെ നിങ്ങളത് നന്നായിട്ട് പഠിക്കണം. കാരണം ലാസ്റ്റ് നിമിഷത്തേക്ക് എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് മാറ്റി വെക്കുന്നത് എപ്പോഴും ദോഷം തന്നെയാണ്. ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച് പഠിച്ചങ്ങ് വെക്കുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾ പഠിച്ചു വെക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം പഠിച്ചു വെക്കണം. ആ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന അതിനകത്തൊരു നല്ലൊരു പോർഷൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു, കഴിഞ്ഞ വീഡിയോയ്ക്ക് എടുത്തു. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ സ്ഥിരം പറയുന്ന 2-3 കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. ഇനി നമുക്കൊരു ചാൻസ് +1 ഇമ്പ്രൂവ്മെന്റ് അല്ലാതെ വേറെ ചാൻസ് +1 ഇല്ല. ഇനി നമുക്കുള്ള ഏക വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പ്രാക്ടിക്കൽ, +2 തിയറി. അതിനകത്ത് +2 തിയറി വളരെ കാര്യമായിട്ട് എടുക്കുക. ഈ പറഞ്ഞ പോലെ ഞാൻ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എല്ലാം മാറ്റി, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ക്ലോസസ് ഓൺ എന്ന് പറഞ്ഞ ഡേറ്റില്ല, കാരണം വേറെ ഒരുപാട് പേര് ഓരോ ദിവസവും ജോയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാ ഓൺലൈൻ ബാച്ചസും നന്നായിട്ട് പഠിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചേരേണ്ടവർക്കെല്ലാം ഏത് നിമിഷം നിങ്ങൾക്ക് ചേരാം. വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചാലും മതി. ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തന്നിട്ട്, അല്ലെങ്കിൽ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ്. ഓക്കെ, അന്നേരം നമുക്ക് ഇനി അധികം താമസിക്കാൻ ക്ലാസ്സിലോട്ട് കയറാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന 2-3 വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്ന്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുമ്പത്തെ തവണയാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ നോട്ടിനകത്ത് കൊടുക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ചിലപ്പോൾ നമ്മൾ പഠിക്കാതെ പോകുന്ന ടോപ്പിക്കാണ്. ഈ സിലബസിന് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കണം. പിന്നെ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അത് നിങ്ങൾക്ക് അറിയാം. ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി നിങ്ങൾക്ക് അറിയാം, അറിയാത്തവരും പഠിക്കുക. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇങ്ങനെയുള്ളതിലൊക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ടിരിക്കട്ടെ. പവറൊക്കെ നല്ല അടിപൊളിയായിട്ട് പവറൊക്കെ വരട്ടെ. തളരരുത്. ഒരു രീതിയിൽ നമ്മൾ താഴോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അടുത്തൊരു കോഴ്സിനെ കുറിച്ചും, നമ്മൾ വെളിയിൽ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചും, നല്ല സാലറിയെ കുറിച്ചും, നമ്മുടെ വീടിനെ കുറിച്ചും ഒക്കെ ഒന്ന് നല്ല പോലെ അച്ഛനമ്മമാരൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുക, അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴത്തേന് എപ്പോഴും പഠിക്കാനുള്ള മോട്ടിവേഷൻ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വേറെ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബം. നമുക്ക് നല്ല രീതിയിൽ യാത്രകൾ ചെയ്യണം, നമുക്ക് പൈസ വേണം. പൈസ വേണമെങ്കിൽ നല്ലപോലെ പഠിക്കണം, നല്ല കോഴ്സുകൾ എടുക്കണം, +2 ശേഷം നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, അടിച്ചു പൊളിക്കണം. ഒക്കെ പൈസ വേണം. പൈസ ഇല്ലാതെ ഒരു പരിപാടി നടത്തില്ല. അന്നേരം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇതിനൊന്നൊരു എന്താണ് ഇപ്പം കുറുക്ക് വഴികളൊന്നുമില്ല, ഷോർട്ട് കട്ടുകളൊന്നുമില്ല. എല്ലാം നല്ല നേരെ വഴി പോയിരുന്നവർക്കാണ് എപ്പോഴും ദൈവം നല്ല വഴി തെളിയിച്ചു തരും. ഓക്കെ, അന്നേരം സ്റ്റാർട്ട് ചെയ്യാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അന്നേരം പവർ വരട്ടെ, സെറ്റ് ആകട്ടെ. ഓക്കെ, വാ തുടങ്ങാം. ഓക്കെ, അത് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ടോപ്പിക്കിലേക്ക് കടക്കാം. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. യഥാർത്ഥത്തിൽ ഈ വെള്ളം, വാട്ടർ എന്ന് പറയുന്ന ഒരു വാട്ടർ തെറാപ്പി പോലും ഉണ്ട് അല്ലേ. വെള്ളം നമ്മുടെ ശരീരത്തിന് നല്ല, അല്ലെങ്കിൽ മുഖത്തിന് നല്ല, ശരീരത്തിനും മുഖത്തിനും ഒക്കെ നല്ല ഗ്ലാമർ തോന്നിക്കും. ഗ്ലാമർ എന്ന് പറയുന്നത് നല്ല ഓജസ്സും തേജസ്സും തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ വെള്ളം കുടിക്കണം. ഒരു ദിവസം മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അല്ല, അത് കൃത്യമായിട്ടും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതിന് വാട്ടർ തെറാപ്പി വലിയൊരു ഫേമസ് സംഭവമാണ്. ഇപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കൊറോണ സമയത്ത് പോലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഫിസിക്സ് ക്ലാസ്സിൽ അത് ഷെയർ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. അറിഞ്ഞിരിക്കുക, ഈ ചൂടുവെള്ളം അത്യാവശ്യം, ഒരു മിതമായ ചൂടുവെള്ളം, ഒരു ദിവസം 1 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും
ഇതിനെ ഒരു രീതിയിൽ നമുക്ക് കൊറോണയെ റെസിസ്റ്റ് ചെയ്യാമെന്നാണ്. ഇപ്പം പല ഡോക്ടേഴ്സും പറയുന്ന, അല്ലെങ്കിൽ കൊറോണയുടെ പേഷ്യൻ്റായിട്ട് ഇരിക്കുന്നവർ പോലും പറയുന്ന ഒരു കാര്യം ചൂടുവെള്ളം കുടിക്കുക. അന്നേരം ഈ ത്രോട്ടിലായിരിക്കും ആദ്യം അത് അഫക്റ്റ് ചെയ്യുന്നത്. അന്നേരം ചൂടുവെള്ളം കുടിക്കുമ്പോൾ അത് ഒട്ടും അവിടെ നിൽക്കാൻ അതിനെ സമ്മതിക്കത്തില്ല, താഴോട്ടങ്ങ് കളയും. അന്നേരം വെള്ളം എന്ന് പറയുന്നൊരു മാജിക്കാണ്, ഒരു മാജിക്കൽ സാധനമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. നല്ല നല്ല വെള്ളം, തണുത്ത വെള്ളം കൂടുതൽ ഉപയോഗിക്കാൻ ഇതിരിക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ തണുത്ത വെള്ളം ഉപയോഗിക്കത്തേ ഇല്ല, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ ടോൺസിൽസ് അല്ല, അതിൻ്റെ അപ്പൂപ്പനായിട്ടുള്ള ഫാരഞ്ചൈറ്റീസ് ഒക്കെ ഉണ്ട്. ചെറിയ തണുപ്പ് പോലും ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര കൊതിയുണ്ടെങ്കിൽ ഐസ്ക്രീമോ വല്ലോ അങ്ങനെയുള്ള സാധനങ്ങളോ എല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാറുണ്ട്. കഴിക്കുമ്പോൾ ഉടൻ തന്നെ ചൂടുവെള്ളം കുടിക്കണം, ന്യൂട്രലൈസ് ചെയ്ത് പോകണം. അന്നേരം വെള്ളം തന്നെ വേണം. ഓക്കെ, അന്നേരം വെള്ളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്നേരം നമുക്ക് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിലേക്ക് പോവാം. ഈ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ഓൾമോസ്റ്റ് ഓൾ ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. എല്ലാ ലിക്വിഡ്സും എക്സ്പാൻഡ് ചെയ്യും. ഹീറ്റിങ്ങിന്റെ സമയത്ത് എന്തായാലും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഉറപ്പായിട്ടും. വാട്ടറും വെള്ളം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. ഒരു 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ. ഇവിടെ ഞാനൊരു ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ്. ടെമ്പറേച്ചർ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വോളിയം അലോങ് ദി വൈ ആക്സിസ്. മറക്കരുത്, ഈ ഗ്രാഫ് വരച്ചിട്ട് ഈ ചെറിയ കാര്യം എഴുതാവുള്ളൂ. ടെമ്പറേച്ചർ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വോളിയം അലോങ് ദി വൈ ആക്സിസ്. കൃത്യമായിട്ട് അത് ഗ്രാഫ് വരയ്ക്കണം. അന്നേരം ഡെൻസിറ്റിയും വോളിയവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയാൽ വോളിയം കുറയും, ഡെൻസിറ്റി കുറഞ്ഞാൽ വോളിയം കൂടും, അങ്ങനല്ലേ. അന്നേരം വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, വോളിയം കുറവായിരിക്കും. പക്ഷേ ഒരു ഏകദേശം 4 ഡിഗ്രി അല്ലെങ്കിൽ 4.12 അല്ലെങ്കിൽ ആ 4 അങ്ങോട്ട് കഴിയുമ്പം പെട്ടെന്ന് ഇതിന്റെ വോളിയം കൂടും, സഡൻ ഇൻക്രീസ്. അതന്നെയാണ് അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സഡൻ എക്സ്പാൻഷൻ 4 കഴിയുമ്പോൾ തൊട്ട് 4.4 നിങ്ങൾ ചോദിക്കുക, 4 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ പെട്ടെന്ന് വോളിയം കൂടും, ഡെൻസിറ്റി കൂടും. ഇതിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇങ്ങനെ ബാക്കിയുള്ള ലിക്വിഡ്സിനൊന്നും അധികം കാണാൻ സാധ്യതയില്ല. അന്നേരം ഓൾമോസ്റ്റ് ഓൾ ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്, ബട്ട് വാട്ടർ ബിഹേവ്സ് ഇൻ എ പെക്യുലിയർ വേ. ആ പെക്യുലർ വേ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അന്നേരം ഏകദേശം 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, വോളിയം കുറവാണ്. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ പെട്ടെന്ന് വോളിയം കൂടുന്നു, ഡെൻസിറ്റി കുറയുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രാഫ് വരയ്ക്കണം. കൃത്യമായിട്ട് സെന്റൻസ്, ആവശ്യമുള്ള സെന്റൻസ് മാത്രം ക്രീമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അന്നേരം ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എന്ത് എളുപ്പമാണ്, നിങ്ങളുടെ പരീക്ഷയ്ക്കാണോ അതിനുമ്പത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഉണ്ടോ. ഈസി, വെരി വെരി ഈസി. ഓക്കെ, അന്നേരം നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഹീറ്റാണ്. ചൂട്, താപം എന്നൊക്കെ നമ്മൾ പറയും, ഹീറ്റ്. ഈ ഹീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അറിയാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആണ്. ഈ ഹീറ്റിനകത്തൊന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ എളുപ്പത്തിൽ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഈസ് ദി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്. ഹീറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പറയുന്ന പേര് അവരെല്ലാവരും പലരും എഴുതി വെക്കും തെർമോമീറ്റർ. ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഹീറ്റ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് പറയുന്ന പേര് ഓർത്തെടുക്കുന്ന കലോറിമീറ്റർ ആണ്. എന്താണ് കലോറിമീറ്റർ? ഈസ് എ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ് ഇവിടെ. അന്നേരം എന്താണ്, ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചാണ് നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത് ഇനി ചോദിച്ചാൽ തെറ്റിക്കരുത്. കലോറിമീറ്റർ ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്. ഇനി കലോറി, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ വെച്ചാണ് നമ്മൾ ഈ കലോറി, ഇത്ര കലോറി ഫുഡ് കഴിക്കണം, ഇത്ര കലോറി ഫുഡ് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം, ഇത്ര കലോറി ഫുഡ് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് കൂട്ടാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. കലോറി എന്ന് പറഞ്ഞാൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട
ഹീറ്റിന്റെ ഒരു സീജർ സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ്. 1 കലോറി എന്ന് പറയുന്നത് 1 കാലറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ജൂളിലോട്ട് കൺവേർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം എപ്പോഴും. നമ്മൾ വർക്ക് എനർജി തിയറത്തിനകത്തൊക്കെ വർക്ക് എനർജി തിയറം അല്ലെങ്കിൽ വർക്ക് എനർജി പവറിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടിക്കൽ യൂണിറ്റ്സിനകത്ത് കിലോ ജൂളും കലോറിയും ഇലക്ട്രോൺ വോൾട്ടും ഒക്കെ പറഞ്ഞാണ്, അതിന്റെ കൺവേർഷൻ ഒക്കെ പഠിപ്പിച്ചതാണ്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അന്നേരം കലോറി മീറ്റർ is an instrument used to measure heat. 1 കലോറി is equal to 4.2 ജൂൾ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഹീറ്റിന്റെ എന്താണ്? ജൂൾ ആണ്. അത് അറിയേണ്ടതാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ജൂൾ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു 2-3 ടേം. ഒന്ന് ഹീറ്റ് കപ്പാസിറ്റി, 2 സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, 3 മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. എല്ലാം എളുപ്പമാണ്. അന്നേരം ഒരെണ്ണം പഠിച്ചാൽ രണ്ടാമത്തെ പഠിക്കാം, രണ്ടാമത്തെ പഠിച്ചാൽ മൂന്നാമത്തെ പഠിക്കാം. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കും. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of a substance by 1 degree Celsius. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക. It is the amount of heat required to raise the temperature of a substance. ഏത് സബ്സ്റ്റൻസും ആകാം. by 1 degree Celsius. 1 degree Celsiusൽ ഒരു സബ്സ്റ്റൻസിനെ ചൂടാക്കാനുള്ള ആ ഒരു ഹീറ്റിനെ പറയുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അന്നേരം ഒരിക്കൽ കൂടി ഡെഫിനേഷൻ, ഇറ്റ് ഈസ് ദി, ഈ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അടുത്ത എളുപ്പമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ്, റൈസ് ഉയർത്തുക, റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നോക്കണം. സ്പെസിഫിക് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ സി ആണ്. സ്മോൾ സി. അന്നേരം അവിടെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. മറ്റേടത്ത് ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് 1 kilogram ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അന്നേരം സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് 1 kilogram എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്നത്. അന്നേരം ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് 1 kilogram ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അതിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് കപ്പാസിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മാർക്ക് ചെയ്ത് മനസ്സിൽ കുറിച്ച് വെക്കുക. ഡിനോട്ട് ലെറ്റർ സ്മോൾ സി ആണ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമാണ്. ഇനി ഇതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഓർ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് എഴുതാം. ഇതാണ് സ്പെസിഫിക് കപ്പാസിറ്റി. ഡിനോട്ട് ലെറ്റർ സി, അതിന്റെ 2 യൂണിറ്റ്. ആദ്യത്തെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷൻ എളുപ്പം, മൂന്നാമത്തെ ഡെഫിനിഷൻ അതിനെക്കാട്ടി എളുപ്പം. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്നിട്ട് നമ്മൾ എഴുതാം. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് 1 mole of a substance by 1 degree Celsius. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ്, 1 mole സബ്സ്റ്റൻസിനെ 1 degree Celsius ചൂടാക്കാനുള്ള ഹീറ്റിനെ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. അന്നേരം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. അന്നേരം ഹീറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ജൂൾ ആണ്. കലോറിമീറ്ററിന്റെ പ്രത്യേകത പറഞ്ഞു. മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റും മാസും സ്പെസിഫിക് കപ്പാസിറ്റിയും ടെമ്പറേച്ചർ ഒക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുമായിരിക്കാം. വന്നില്ലെങ്കിൽ ഓർത്തേക്കുക, Q is equal to mc theta. Q is equal to mc theta, where Q is the quantity of heat, m is the mass, c is the specific heat capacity, and theta is the difference in temperature. രണ്ട് ടെമ്പറേച്ചറിലാണ് 70 ഡിഗ്രി സെൽഷ്യസ് 50 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എങ്ങനെയാണ്? 70 - 50 എന്ന് പറഞ്ഞാൽ 20.
അന്നേരം ഡയറക്റ്റ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ വരുവാണെങ്കിൽ അത് മാത്രം എടുത്താലും മതി. 50 മാത്രമേ 50 മാത്രം. 2 ടെമ്പറേച്ചർ വരുവാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. Q = mc തീറ്റ. അന്നേരം നിങ്ങൾക്ക് ഹീറ്റിനെ കുറിച്ചുള്ള ഏകദേശ രൂപം കിട്ടിക്കഴിയും. അതിന് നമുക്കിനി അടുത്ത ടോപ്പിക്ക് വെക്കാം. ഓക്കെ വാ. ഓക്കെ, അന്നേരം നമ്മുടെ അടുത്ത ടോപ്പിക്ക് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥമുണ്ട്, അതിന് വളരെ അർത്ഥമുണ്ട്. ഇക്വിപാർട്ടീഷൻ, ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്യുക അല്ലേ. ഈക്വി ഡിസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈക്വി ഡിസ്റ്റൻസ് ഈക്വി പാർട്ടീഷൻ പറഞ്ഞാൽ ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക എനർജി. അത് ലോ ആണ്, ലോ ഓഫ് ഈക്വി പാർട്ടീഷൻ ഓഫ് എനർജി. ഞാനൊരു കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. ഈ ഒരു 2-3 ടോപ്പിക് ഉണ്ട് ഈ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്ത്. ഒന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്ത്, അതിന്റെ ഡെറിവേഷൻ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി. നമുക്ക് ആ ലോ ഒന്ന് ഞാൻ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കുഴപ്പമില്ലല്ലോ, നമുക്കൊന്ന് വായിക്കാം. ഫോർ എ ഡൈനാമിക് സിസ്റ്റം ഇൻ thermal equilibrium, for a dynamic system in thermal equilibrium. എന്ത് ഈ thermal equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when two systems are in thermal equilibrium they have same temperature. When two systems are in thermal equilibrium they have same temperature. ഒരേ ടെമ്പറേച്ചർ സിസ്റ്റത്തിൽ വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് thermal equilibrium. അതൊക്കെ പിന്നീട് പഠിക്കുന്നതാണ്. The total energy of the system, മൊത്തത്തിലുള്ള എനർജി എന്ന് പറയുന്നത് ഈക്വലി ഡിവൈഡഡ് അമംഗ് ദി വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നിങ്ങൾ ഈ ടേം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ദി ഷെയർ ഓഫ് എനർജി ഓഫ് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് കാൽക്കുലേറ്റഡ് ആസ്. അത് അവിടെ നിൽക്കട്ടെ, വൃത്തിയായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിക്കാം. ഫോർ എ ഡൈനാമിക് സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം ദി ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ എനർജി ഈസ് ഈക്വലി divide among the various degrees of freedom. The share of energy of each degree of freedom is calculated as equation of E is equal to half kBT. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. കാരണം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ. E എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. kB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചു കാണും. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അന്നേരം E എന്ന് പറഞ്ഞാൽ എനർജി, ഹാഫ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. kB എടുത്തെഴുതിയിരിക്കണം. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നിങ്ങൾ ഇപ്പം തന്നെ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഫോർ എ ഡൈനാമിക് സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം the total energy of the system is divided equally among the various degrees of freedom. The share of each degree of freedom is calculated as E is equal to half kBT, where E is the energy, kB is the Boltzmann constant and T is the absolute temperature. ഇങ്ങനെ പഠിച്ചാണ് വൃത്തിയായിട്ട് എഴുതാൻ നിങ്ങൾ. എന്നാൽ അവിടെ മാർക്ക് കിട്ടും. ഈ ഇക്വേഷനും നോട്ട് ചെയ്തിരിക്കണം. അന്നേരം ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ വളരെ കൃത്യമായിരിക്കണം, നന്നായിട്ട് പഠിച്ചു പോകണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ടൊരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ള ടോപ്പിക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ. പോയിന്റ്സ് മാത്രം പഠിച്ച് അടിപൊളിയായിട്ട് അത് പഠിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ. അടുത്ത നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഹീറ്റ് ട്രാൻസ്ഫർ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ 3 ways, 3 രീതിയിലുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ. ഓരോന്നോരോന്ന് പഠിക്കുക. ഫസ്റ്റ് വൺ കേട്ടോ. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. സെക്കൻഡ് വൺ കൺവെക്ഷൻ. ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ. നിങ്ങൾ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. 3 രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. അത് തന്നെ എഴുതുമ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടും. 3 മാർക്കാണെങ്കിൽ there are 3 ways of heat transfer. They are താഴെ എഴുതുക. അന്നേരം 3 ലൈനോടെ നമുക്ക് കിട്ടും. താഴെ ഫസ്റ്റ് വൺ കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ, തേർഡ് വൺ റേഡിയേഷൻ. അത്ര എഴുതിയിട്ട് ആദ്യത്തെ എഴുതുന്ന കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എന്താണ്?
ഞാൻ പോയിന്റ് പറയുന്ന എല്ലാം നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം എളുപ്പമാണ്. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ് കണ്ടക്ഷൻ. കാരണം ഇപ്പൊ ഒരു അയൺ റോഡ് എടുക്കുകയാണെങ്കിൽ അത് മോളിക്യൂൾസ്, കുറെ മോളിക്യൂൾസ് നമ്മൾ വിചാരിക്കുക. നമ്മൾ ഇവിടോട്ട് ഹീറ്റ് ഇങ്ങനെ കൊടുക്കുന്നു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, ഇതൊക്കെ വലിയ ജനറ്റിക് ഭയങ്കര സംഭവമായിട്ടുള്ള എക്സാമ്പിൾ അല്ല പറയുന്നത്. കുറെ മോളിക്യൂൾസിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കണ്ടക്ഷൻ ആണെങ്കിൽ എങ്ങനെ നടക്കുന്നറിയോ? ഈ മോളിക്യൂളിൽ നിന്ന് ഈ മോളിക്യൂളിലോട്ട് ട്രാൻസ്ഫർ ഹീറ്റ്, അടുത്തതിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ, അവിടുന്ന് ഇങ്ങനെ പോകും, അവിടുന്ന് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, പതുക്കെ അടുത്ത മോളിക്യൂളിൽ വന്ന് അടുത്ത മോളിക്യൂളിൽ വന്ന്. പക്ഷെ ഈ മോളിക്യൂളിന്റെ ബോഡി തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മുട്ടുന്നില്ല. വിത്തൗട്ട് ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ, അത് വളരെ ഇമ്പോർട്ടന്റ്. സ്ലോ പ്രോസസ് ആണ്. ആ സ്ലോ ആകാനുള്ള കാരണം വിത്തൗട്ട് എനി ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മൂവ് ചെയ്യുന്നില്ല, അല്ലാതുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. പിന്നെ എവിടുന്ന് എവിടോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ? ഹോട്ട് റീജിയനിൽ നിന്നും കോൾഡ് റീജിയൻ. സമയമായിട്ട് ഹൈ ടെമ്പറേച്ചർ ആണ് ഹോട്ട്, ലോ ടെമ്പറേച്ചർ ആണ് കോൾഡ്. അന്നേരം ഹോട്ട് റീജിയനിൽ നിന്നും കോൾഡ് റീജിയനിലോട്ടായിരിക്കും എല്ലാ ഹീറ്റ് ട്രാൻസ്ഫറും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സോളിഡ്സ്. പോയിന്റ് ഞാൻ എടുത്തെടുത്ത് പറയാം. ഒന്ന്, സ്ലോ പ്രോസസ് without any actual bodily movement of molecules. നോട്ടിനകത്ത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. വിത്തൗട്ട് ആണ് കേട്ടോ, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഹോട്ട് റീജിയൻ ടു കോൾഡ് റീജിയൻ takes place in solids. ഇനി അടുത്ത കൺവെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് പ്രോസസ്. ഇവിടെ നമ്മൾ ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡിലി മൂവ്മെന്റ് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം വളരെ ഫാസ്റ്റ് പ്രോസസ് ആണ്. ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ് പ്രോസസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ലിക്വിഡ്സ്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് റീജിയൻ ടു കോൾഡ് റീജിയൻ. അത് നമുക്ക് എന്ത് എളുപ്പത്തിൽ പഠിക്കാം. ഫാസ്റ്റ് പ്രോസസ്, ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ്. മൂവ്മെന്റ് ഉണ്ട്, ബോഡി തമ്മിൽ മൂവ്മെന്റ് കൃത്യമായിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ടില്ല, അതുകൊണ്ടാണ് സ്ലോ പ്രോസസ് ആയത്. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, and third one, it takes place in liquids. ഈ പോയിന്റുകൾക്കാണ് എപ്പോഴും മാറും. എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടക്ഷൻ പഠിച്ചു, എത്ര പെട്ടെന്ന് നമ്മൾ കൺവെക്ഷൻ പഠിച്ചു. ഞാൻ കണ്ടക്ഷൻ കൺവെക്ഷൻ ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിനൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പയ്യെ പഠിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൺസൂൺ, ട്രേഡ് വിൻസ് ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതൊക്കെ നമുക്ക് സാധാരണ ഓരോന്ന് പഠിച്ചു പോവാം. എന്താണ് കണ്ടക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയണം സ്ലോ പ്രോസസ് വിത്തൗട്ട് എനി ആക്ച്വലി ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. ഹോട്ട് റീജിയൻ ടു ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് റീജിയൻ ടു കോൾഡ് റീജിയൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സോളിഡ്സ്. ഇത് പറയുമ്പോൾ കൺവെൻഷൻ ഒന്നും എഴുതരുത്, അതൊക്കെ വേറെ വാക്കാണ്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് പ്രോസസ് ആണ്, ആക്ച്വൽ ബോഡിലി മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് റീജിയൻ ടു കോൾഡ് റീജിയൻ. 4, it takes place in liquids. അടുത്ത റേഡിയേഷൻ. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് റേഡിയേഷൻ. മൊബൈൽ കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റേഡിയേഷനാണ്. മൊബൈൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് ബാൻഡിന്റെ പോക്കറ്റിൽ വെച്ച റേഡിയേഷൻ, ബാൻഡിന്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ വെച്ച റേഡിയേഷൻ, മൊബൈൽ കണ്ടാൽ റേഡിയേഷൻ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പം മൊബൈലും കൊണ്ടാണ് കുട്ടികളെല്ലാവരും ഇപ്പം റേഡിയേഷൻ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വളരെ പോയിന്റ് പെർസെന്റേജ് ഉള്ള റേഡിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനിയും ഗിരീഷ് സാറ് പറഞ്ഞു മൊബൈലിനകത്തൊന്നും റേഡിയേഷൻ ഇല്ല, 10 മൊബൈൽ 5 മൊബൈൽ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് TV സ്ക്രീൻ പോലെ ഇരുന്ന് കാണാൻ വേണ്ടിയല്ല പറഞ്ഞത്. റേഡിയേഷൻ ഉണ്ട് കേട്ടോ, പോട്ടെ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് ഇന്റർവീനിങ് മീഡിയം
ഒരു മീഡിയത്തിന്റെയും സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ. ഒരു മീഡിയത്തിന്റെ സഹായം വേണം. അപ്പം എപ്പോഴും ചോദിക്കുന്നതാണ് സണ്ണിന്റെ ഇടയിൽ ഒരു മീഡിയം രണ്ടുപേരും നിന്നിട്ടാണോ സണ്ണിന്റെ സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത്? അല്ല. അന്നേരം സണ്ണിനകത്തുനിന്ന് കിട്ടുന്ന ഏതുതരം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയണം സൺ റേഡിയേഷൻ. വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഇന്റർവീനിങ് മീഡിയം, ഒരു ഇന്റർവീനിങ് മീഡിയത്തിനെ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് റേഡിയേഷൻ. സൺ അതിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, 7 തരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. അത് ഞാൻ ഷോർട്ട് ഫോം പറഞ്ഞു തരട്ടെ പെട്ടെന്ന്. ആ റേഡിയേഷൻസ് എല്ലാം ഓർത്തിരിക്കാൻ ഞാൻ പ്ലസ് ടു ഇത് പറഞ്ഞിരുന്നതാണ്. കാരണം പ്ലസ് ടു ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഞാൻ ഇടുന്ന പേരൊക്കെ ഓർത്തണം. ഇത് വേറെ ആരും കണ്ടുപിടിച്ചല്ല, ഗ്രീസ് സാർ കണ്ടുപിടിച്ചാണ്. ധൈര്യമായിട്ട് പറയാം. കാരണം ഇനിയിപ്പോ ഓരോരുത്തരൊക്കെ എഴുതുമായിരിക്കാം. RMI VUX ഗാമ കറക്റ്റ് ഓർഡറിലാണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്റേസ്, ഗാമ റേസ്. ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഓർഡറിൽ റേഡിയേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ 7 റേസും പറയാം. അന്നേരം സൺ ഒരു എക്സാമ്പിൾ ആണ്. RMI VUX ഗാമ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റും. എക്സാമ്പിൾ ഒക്കെ ഏത് അർദ്ധരാത്രി വിളിച്ച് ചോദിച്ചാലും പറയും. RMI VUX ഗാമ, R റേഡിയോ വേവ്സ്, M മൈക്രോവേവ്സ്, I ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, V വിസിബിൾ ലൈറ്റ്, U അൾട്രാവയലറ്റ് റേസ്, എക്സ്റേസ്, ഗാമ റേസ്. ഇത്രയേ ഉള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. There are 3 types of heat transfer. നിങ്ങളത് നിസ്സാരമായിട്ട് എടുക്കുന്നതല്ല, എടുക്കരുത്. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ നന്നായിട്ട് എല്ലാ ടോപ്പിക്കും പഠിച്ചു പോവുക. ഞാനൊരു ക്ലാസ് എക്സ്ട്രാ ഇടയ്ക്കൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ കിട്ടാൻ വേണ്ടിയാണ്. അന്നേരം അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നല്ല അടിപൊളിയായിട്ട് പഠിക്കും. അന്നേരം ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പഠിച്ചു, ഹീറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ പഠിച്ചു അല്ലേ, പിന്നെ ഇത് പഠിച്ചു, ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു. അന്നേരം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്യും. അന്നേരം ഒരുപാട് സമയം എടുത്തുമില്ല. അന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് കാണുകയും ചെയ്യാം. അന്നേരം ഇനി ശനിയാഴ്ചത്തേനകത്ത് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, കുറേ വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ പഠിക്കാം. അങ്ങനെ പഠിച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകാം. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ചിലരിപ്പം കണ്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് കാണണം. കാരണം കണ്ടേ പറ്റൂ അല്ലേ? നമ്മൾ കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കാം. അന്നേരം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക, പടം വരയ്ക്കേണ്ട എല്ലാം വൃത്തിയായിട്ട് പടം വരയ്ക്കുക. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. അന്നേരം ബൈ ബൈ, സി യു. ഓക്കെ.